ശിവഭഗവാൻ എന്തുകൊണ്ട് തൃതീയ ചന്ദ്രനെ തന്റെ ശിരസിൽ സ്വീകരിച്ചു? ആ കഥ കേട്ടാലോ? അമാവാസി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാം പിറ അഥവാ തൃതീയ ചന്ദ്രൻ. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വളരെ ഐശ്വര്യപ്രദമായ ഒന്നാണിത്. പരമശിവൻ തന്റെ ശിരസിൽ ചന്ദ്രനെ ചൂടിയിരിക്കുന്നത് ഈ മൂന്നാം പിറ രൂപത്തിലാണ്. ദക്ഷന്റെ ശാപത്താൽ ക്ഷയിച്ചുപോയ ചന്ദ്രന് ശാപമോക്ഷം നൽകി ആ ശാപത്തെ തന്റെ അലങ്കാരമായി ഭഗവാൻ ശിവൻ മാറ്റിയെന്നാണ് പുരാണ വിശ്വാസം. ദക്ഷ പ്രജാപതിയുടെ 27 പുത്രിമാരാണ് 27 നക്ഷത്രങ്ങൾ. ഇവരെ ദക്ഷൻ ചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ രോഹിണിയോട് മാത്രമേ ചന്ദ്രന് ശരിയായ പ്രേമമുണ്ടായുള്ളൂ. ഇതിൽ മറ്റു ഭാര്യമാർ ദുഃഖിതരായി. അവർ പിതാവ് ദക്ഷനെ കണ്ട് ചന്ദ്രന്റെ പക്ഷപാതം അറിയിച്ചു. ദക്ഷൻ ചന്ദ്രനെ വിളിച്ചു വരുത്തി ഉപദേശിച്ചു. എങ്കിലും ചന്ദ്രന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഇത് പലയാവർത്തിയായപ്പോൾ കുപിതനായ ദക്ഷൻ ചന്ദ്രനെ ക്ഷയിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ക്രമേണ പൂർണ്ണ പ്രകാശമുള്ളവനും സദാശോഭയോടെ നിലനിൽക്കുന്നവനുമായ ചന്ദ്രൻ ക്ഷയിച്ച് പൂർണ്ണ അന്ധകാരത്തിലായി. തുടർന്ന് ചന്ദ്രന്റെ അഭാവത്തിൽ ഔഷധികളും സസ്യങ്ങളും ക്ഷയിച്ചു തുടങ്ങി. ദേവന്മാർ ദക്ഷനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. ദേവന്മാരുടെ അപേക്ഷയെ തുടർന്ന് ശാപം നിലനിർത്തിക്കൊണ്ട് തന്നെ ശാപമോക്ഷത്തിനുള്ള മാർഗം ദക്ഷൻ നിർദ്ദേശിച്ചു. സരസ്വതി നദിയിൽ സ്നാനം ചെയ്താൽ പാപം മാറുമെന്നും അന്ധകാരത്തിലാണ്ട് ചന്ദ്രന്റെ തേജസ് ഓരോ ദിവസവും കൂടി വരുമെന്നും ദക്ഷൻ പറഞ്ഞു. മാസത്തിൽ ഒരു ദിവസം ചന്ദ്രന് പൂർണ്ണ പ്രകാശവും തേജസ്സും ലഭിക്കുമെന്നും അതിലൂടെ പ്രകൃതിയും ഔഷധവും സസ്യങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നും ദക്ഷൻ പറഞ്ഞു. മാസത്തിൽ 14 ദിവസവും തേജസ് കുറഞ്ഞു 15-ാം നാളിൽ പൂർണ്ണക്ഷയം സംഭവിക്കുമെന്നും ദക്ഷൻ പറഞ്ഞു. ശാപം നിലനിർത്തി ലഭിച്ച ശാപമോക്ഷം കാരണമാണ് അമാവാസിയും പൗർണമിയും ഉണ്ടാകുന്നത്. കറുത്തവാവിൽ വ്രതം പാലിച്ച് തീർത്ഥസ്നാനം നടത്തിയതുകൊണ്ടാണ് ചന്ദ്രനെ തുടർന്നുള്ള 15 നാളുകളിൽ തേജസ് ലഭിക്കുക എന്നർത്ഥം. ദക്ഷശാപത്താൽ ദുഃഖിതനായ ചന്ദ്രൻ ദക്ഷശത്രുവായ ശിവന്റെ പരമഭക്തനായി മാറി. ചന്ദ്രന്റെ ഭക്തിയിൽ പ്രീതനായ ശിവൻ എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ദക്ഷന്റെ ശാപവും അത് കാരണം സംഭവിച്ച 15 ദിവസത്തെ ക്ഷയാവസ്ഥയും അമാവാസിയിലെ പൂർണ്ണമായ ക്ഷയവും വളരെ അപമാനമാണെന്നും അതിൽ നിന്നും മോചനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ചന്ദ്രൻ പറഞ്ഞു. ഋഷിയും തപസ്വിയും ബ്രഹ്മപുത്രനുമായ ദക്ഷന്റെ ശാപം പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്ന് ശിവൻ അരുളി ചെയ്തു. എന്നാൽ ദക്ഷവിരോധിയായ ശിവൻ ദക്ഷന്റെ ശാപം ചന്ദ്രന് അലങ്കാരമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് അമാവാസി കഴിഞ്ഞ് ക്ഷയത്തിൽ നിന്ന് മുക്തനായി വരുന്ന തൃതീയ ചന്ദ്രരൂപം, അതായത് മൂന്നാം പിറയിലെ ചന്ദ്രക്കല ശിവൻ ശിരസിലേറ്റി. തുടർന്ന് ഈ ദിവസത്തെ ചന്ദ്രോദയത്തിന് സവിശേഷ പ്രാധാന്യം കൈവന്നു. അങ്ങനെ മൂന്നാം പിറ കാണൽ മഹാഭാഗ്യമായി മാറി. ആ ചന്ദ്രദർശനം ശിവകടാക്ഷമായി തീർന്നു. അങ്ങനെ മൂന്നാം പിറ കണ്ട് ചന്ദ്രനെ തൊഴുത് എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് അതിവേഗം സഫലമാകുമെന്ന് വിശ്വസിക്കുന്നു. പോരാത്തതിന് മൂന്നാം പിറ കണ്ടാൽ പൂർവ്വജന്മ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അതുവഴി ധനസമൃദ്ധിയും ഭാഗ്യവും ഐശ്വര്യവും ലഭിക്കും.